സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രാമുഖ്യം കിട്ടിയതുകൊണ്ട് തന്നെ പൊതുവെ കോൺഗ്രസ്സുകാർ പൊതുവെ വിചാരിച്ചു നമ്മൾ ഈ റീൽസ് കുമാരന്മാരെ ഒന്ന് കളിയാക്കുന്നുണ്ടല്ലോ, അത് താഴെ മുകളിൽ മാത്രമല്ല ഏറ്റവും താഴെ തട്ടിൽ പറയുന്നുണ്ട്. ഏറ്റവും താഴെ തട്ടിൽ പോലും ഈ പറയുന്ന പോലെ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങി മറ്റേ ഇതൊരു ഞാൻ മറ്റേ ഒന്നാം ബൂത്തിൽ നമ്മൾ കൊടിയുയർത്തി മറ്റേ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി മാലയിട്ടു എന്ന് പറഞ്ഞ സാധനമായിട്ട് ഒരു പോസ്റ്റ് ചെയ്യുക. അപ്പോൾ 150 പേര് ലൈക്ക് ചെയ്യും. ഈ 150 പേരും ഈ പാർട്ടിക്കാരാണെന്നും ഈ ലൈക്ക് ചെയ്യുന്ന 150 പേര് അവനെ അറിയാൻ പാടില്ല, ലൈക്ക് ചെയ്യുന്ന 150 പേര് അവൻ കണ്ടിട്ടില്ല, ലൈക്ക് ചെയ്യുന്ന 150 പേര് അവൻ്റെ പാർട്ടിക്കാരാണെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെയുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ താഴെ തട്ട് മുതൽ ഏതാണ്ട് ഒരു KPCC തലം വരെ ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞൊരു 10 വർഷത്തെ കോൺഗ്രസിൻ്റെ ഒരു അപജയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഈ പണ്ടൊക്കെ ഇവിടെ ഒരു ഞാൻ ഇദ്ദേഹത്തെ പേരൊന്നും പറയില്ല, പഴയ ഒരു വന്യവയോധികനായ കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു. ഈ അദ്ദേഹം ഒരു പണ്ട് കോൺഗ്രസ് ചോദിക്കും, എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത്, എടാ നീ ഇന്ന ആളുടെ മോൻ്റെ മോനല്ലേന്ന് ചോദിക്കുള്ളൂ. കാരണം അയാൾക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അറിയാം, എൻ്റെ ഫാദറിനെ അറിയാം, എന്നെ അറിയാം. അപ്പോൾ അത്രയും ഉള്ള ആളുടെ ഒന്നും ഒരിക്കലും ആ പ്രദേശം വിട്ടു പോകില്ല. അവിടെ അപ്പോൾ അയാൾക്കൊരു ഞാൻ കാണുമ്പോൾ അയാൾക്ക് 65 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ മറ്റേ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അറിയാം, എൻ്റെ അച്ഛനെ അറിയാം, എന്നെ അറിയാം. അപ്പോൾ ഈ ഒരു 3 തലമുറകളെ അറിയാവുന്ന കോൺഗ്രസ്സുകാർ പ്രാദേശികമായിട്ട് ഇല്ലാതായിപ്പോയി. അതിന് പകരം നമ്മളീ പറയുന്ന പോലെ ഒന്ന് സെലക്ഷൻ മോഡിൽ വന്ന വ്യത്യാസം. പണ്ടെന്ന് പറഞ്ഞാൽ നോമിനേഷന് ഗുണമുണ്ടായിരുന്നു കരുണാകരൻ ആന്റണിയുള്ള സമയത്ത്. ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒരുത്തരെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവനെ എല്ലാവർക്കും അറിയാം. ആ A ഗ്രൂപ്പുകാരനാണെങ്കിൽ A ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അവനറിയാം. നമ്മുടെ മറ്റേ പേരില്ല സുരേഷ്, അല്ലെങ്കിൽ അവനെ വയ്ക്കുക, തോമസ് അവനെ വയ്ക്കും, കുഴപ്പമില്ല. അത് നോമിനേഷൻ ആണെങ്കിൽ ശരിയാണ്, ഇവരുടെ പെട്ടിയെടുപ്പ് കാരണം ഇവരുടെ ആളായിരിക്കും. പക്ഷേ ഈ സുരേഷിന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് 10 വർഷമായിട്ട് ഇവരെ പുറകെ നടത്തുന്നുണ്ട്. ഈ 10 വർഷമായിട്ട് ഇവൻ്റെ നാട്ടിൽ രാഷ്ട്രീയം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവനറിയാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആ സെലക്ഷൻ മോഡ് മാറിയതോട് തന്നെ പരസ്പരം ആർക്കും യാതൊരു ബന്ധമില്ല. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തിരഞ്ഞെടുത്ത് ആരാന്ന് തന്നെ അറിയില്ല. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറിയാത്ത ഒരു 15ഓളം ജില്ലാ ഭാരവാഹികൾ എനിക്കറിയാം കേരളത്തിന്റെ പല ഭാഗത്തായിട്ട്. ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് സേതു. അതിനകത്ത് വന്നതോടുകൂടി ഇപ്പം ഇന്നലെ പോലും കണ്ട ഇത്തരം കഥാപാത്രങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ടെലിവിഷൻ ചാനലിൽ വന്ന് കുയുക്തികൾ പറയുക, അതായത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ പിന്നെ എന്തും പറഞ്ഞ് എതിർക്കുക എന്ന് പറഞ്ഞ്. ഇപ്പം നേരത്തേക്ക് ലിജുവിനെ പോലുള്ള മനുഷ്യർ വന്നിരുന്ന് ടെലിവിഷൻ ചാനലിൽ വർത്തമാനം പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു ബഹുമാനം തോന്നും. അയാളുടെ പാർട്ടിയുടെ പൊസിഷൻ പറയും, ആഞ്ഞടിച്ച് പറയും. പക്ഷേ അതിൽ പറയുന്നതിന് എവിടെയെങ്കിലും ഒരു യുക്തി ഉണ്ടോ? എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പറയും. ഇതങ്ങനെയല്ല. ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനോട് നിങ്ങൾ പണം പിരിച്ച പൈസ എവിടെയെന്ന് ചോദിച്ചു കഴിയുമ്പം ഞങ്ങൾ പിരിച്ചതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് തിരിച്ചു ചോദിക്കുന്ന തരത്തിലുള്ള, വെച്ചാൽ ഈ ടെലിവിഷൻ ചർച്ചയാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരു ലീഡർഷിപ്പും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സീനിയർ ലീഡർഷിപ്പും ഇതാണ് വരുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് മനുഷ്യരുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ജനാധിപത്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ വാർഡ് കൗൺസിലർ തുടങ്ങിയുള്ള മനുഷ്യരാണ്. ഇപ്പം എൻ്റെ വോട്ട്, എനിക്ക് നിയമസഭയിൽ വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. എന്നെ വോട്ട് കൊണ്ട് നിർബന്ധിച്ച് ചേർക്കുന്നത് അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനായ മനുഷ്യനാണ്. നിങ്ങൾ വരണം, നിങ്ങൾ പിന്നെ മുനിസിപ്പൽ ഓഫീസിലേക്ക് വന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്നു. ഞാൻ പിന്നെ 2 വോട്ട് കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല. ഒന്നാലോചിച്ച് നോക്കും. അപ്പോൾ ഈ കോൺഗ്രസ്സിനെ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ ശക്തിപ്പെടുത്തുന്നത് ഇങ്ങനത്തെ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ മുകളിൽ കയറിയിരുന്ന് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച മുഴുവൻ രാഷ്ട്രീയ ധാർമ്മിക ശക്തിയുടെ മുകളിലിരുന്ന് അതിനെ പല്ലിളിക്കുന്ന മനുഷ്യർ ലീഡർഷിപ്പിലേക്ക് വരുമ്പം അതിഭയങ്കരമായ വിശ്വാസ്യതയുടെ പ്രശ്നം വരും.